തുടങ്ങിയ രാവിലെ മല്ലനും മാധവനും തമ്മിലുള്ള വഴക്ക്. ഇതിപ്പോ ഏത് വഴിക്ക് വന്നത്? അതന്നെ, നമ്മളൊന്ന് വാ തുറന്നാൽ മതി, ഏതെങ്കിലും അറിയുന്ന പൊത്തോണ്ട് വരും. ഈ ലച്ചുണ്ടല്ല ഇവിടെ നിൽക്കുവേ, എന്നിട്ട് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം കൂടെ ചെന്ന് കുഴിപ്പള്ളത്ത് പറഞ്ഞു കൊടുക്കും അവിടെ. ഓ, പറയണ കഥയിലെ നായിക അവളും നമ്മളൊക്കെ വില്ലന്മാര്. പിന്നെ എനിക്ക് വേറെ പണിയില്ലല്ലോ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ അവിടെ പോയി പറയാൻ. വെറുതെ ഒരു പറയരുത് ടാച്ചാ. ഞാനൊരു കാര്യം പറയാം, ജനാർദ്ദനം പാവമാണ്, പക്ഷേ സിദ്ധുവിൻ്റെ അമ്മയുണ്ടല്ല, സൂക്ഷിച്ചോ. എന്ത് സൂക്ഷിക്കാൻ? ആ അതാണ്. ഇപ്പൊ എല്ലാരും കൂടെ എനിക്ക് നേരെ തിരിയണല്ലേ. എന്തോന്നു ഒച്ച കൊച്ചേ. ലച്ചുവിന്റെ തൊണ്ടയാണ് തൊണ്ട. എന്തോന്നത് ലച്ചു അലറി വിളിക്കുന്നത്? എന്തോന്ന് ഈ ലച്ചു ഇങ്ങനെ കൂവണം എന്തിനെന്ന്? അമ്മീ അച്ഛൻ പറയണ കേട്ടാ, ഞാൻ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ കുഴിപ്പുറത്ത് പോയി പറയുവാന്ന്. ഇവിടെ നടക്കുന്ന പറയാറുണ്ടല്ലോ, ഇവിടെ നടക്കുന്ന ചില കാര്യങ്ങളൊക്കെ അവിടെ ചെന്ന് പറയാറുണ്ട്. എന്നാരും പറഞ്ഞു? കുഴിപ്പുള്ളത്തമ്മ എന്നെ വിളിക്കുമ്പോ പറയണതല്ലേ. നീ സംസാരത്തിന്റെ കൂട്ടത്തിൽ പറഞ്ഞ കേട്ടാ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ലച്ചു പറയാറുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറയാറുണ്ട്, അത് നല്ല കാര്യങ്ങളല്ലേ പറയാറ്. അല്ല, നല്ല കാര്യങ്ങളും പറയും, പിന്നെ പറഞ്ഞു വരുമ്പോ പുള്ളിക്കാരി അറിയാതെ ലച്ചു പറയണ ഇവിടുത്തെ മോശം കാര്യങ്ങളും പറഞ്ഞു. മക്കളെ, ഞാൻ മക്കളെ കൈതിട്ടെടുക്കാൻ നോക്കിയല്ലേ. ഞാൻ ഒട്ടും വിചാരിച്ചില്ല കേട്ടാ. ഞാൻ വിചാരിച്ചു നീ നമ്മളെ പറ്റിയിട്ട് പൊക്കി പൊക്കി പറയാന്നാണ്. എന്തായാലും ശരിയായില്ല. അതങ്ങനൊന്നും അല്ല മാമ. നമ്മൾ ഇവിടുത്തെ വീട്ടിലെ കാര്യങ്ങളൊക്കെ അവരോട് സംസാരിക്കില്ലേ, അപ്പൊ അറിയാതെ വായിന്ന് വീണ് പോണത്, അല്ലാതെ ഞാൻ മനഃപൂർവ്വമായിട്ടൊന്നും പറയണമെന്നൊന്നുമല്ല. അത്രേ ഉള്ളൂ. ലച്ചുവേ ഒന്നുമില്ല, ഒന്നുമില്ല. സത്യമായിട്ടും അമ്മ, പിന്നെ ഇവിടെ നടക്കുന്ന മോശം കാര്യങ്ങളൊക്കെ ഞാൻ മനഃപൂർവ്വം അവിടെ പോയി പറഞ്ഞു കൊടുക്കൂ? ഇവിടെ മോശം കാര്യം നടക്കാറില്ലല്ലോ. ആര് പറഞ്ഞു? ഇവിടെ നടക്കുന്നതൊക്കെ മൊത്തം മോശം കാര്യങ്ങളല്ലേ. അല്ല, ചില സമയത്ത് നമ്മള് ഫാമിലി അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ വഴക്കും ബഹളമൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ. ഇവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ നടക്കുന്നത് നീ ഉള്ളപ്പോ മാത്രമേ ഉള്ളൂ, അല്ലാത്തപ്പോ ഇവിടെ സമാധാനമാണ്. സന്തോഷം, സമ്മതിച്ച്. ഞാനാണ് ഇവിടുത്തെ പ്രശ്നം, പോരെ എന്റെ അടുത്ത് ആരും മിണ്ടണ്ട. അങ്ങനെ പറയരുത് മക്കളെ. ലച്ചു കൂട്ടാ, മക്കൾ ഇങ്ങോട്ട് വന്നേ. എടാ ഇങ്ങോട്ട് മാറിയടാ, കുറച്ച് മാറി. എൻ്റെ കൊച്ചവിടെ ഇരിക്കട്ടെ, കുഞ്ഞവിടെ ഇരിക്കേ. എൻ്റെ മക്കൾ ആരെക്കുറിച്ച് മോശവും പറയാറില്ല, നല്ലതും പറയാറില്ല, ഒന്നും പറയാറില്ല. വഴക്കുണ്ടാക്കാറില്ല അല്ലേ കുഞ്ഞിവിടെ? ഇത്ര നല്ലൊരു കൂട്ടുകാരൻ എവിടെയെങ്കിലും ഉണ്ട്? പിന്നെ നുണ പറയാറില്ല, വഴക്കുണ്ടാക്കാറില്ല, ഒന്നും മക്കൾ പറയാറില്ല അല്ലേ മക്കളെ? മക്കളെ, നീ ഇല്ലെങ്കിൽ വീട് ഉറങ്ങിയ പോലെ ആണ്ടാ. നീ ഉണ്ടെങ്കിൽ ഒരു ഒച്ചയും ബഹളവും ഒക്കെ ഉള്ളൂ അല്ലേ? അതായത് വഴക്കും ബഹളവും ഒക്കെ ഉള്ളൂന്ന് അല്ലേ? എന്തരച്ചാ അച്ഛൻ രാവിലെ തന്നെ ഉടക്കുണ്ടാക്കിയിരിക്കണേ? എനിക്ക് എൻ്റെ ലച്ചുമോളായിട്ട് ഇടയ്ക്കിടയ്ക്ക് കൊമ്പ് ഓർത്തില്ലെങ്കിലേ ഭയങ്കര വിഷമമാണ്. ഈ കത്തിയൊക്കെ രാവിലെ മൂർച്ച കിട്ടും പോലെ, അതുപോലെ. അപ്പൊ അച്ഛൻ ഉദ്ദേശിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് വഴക്കുണ്ടാക്കിയില്ലേ വഴക്കുണ്ടാക്കാനുള്ള നാക്ക് പോവായിരിക്കും. ഓ, വഴക്കുണ്ടാക്കിക്കൊണ്ട് എത്ര കാലം മുന്നോട്ട് പോകാം എന്നതിനെ കുറിച്ച് മോന് ക്ലാസ് എടുക്കുമായിരിക്കും അല്ലേ? മകളേടാ, വിൽസൺ തോമസിനെ കണ്ടാടാ? എന്റെ പൊന്നു മാമ, അത് ഭയങ്കര കോമഡിയാണ് ആ കേസ്. ആരാണ് ഈ വിൽസൺ തോമസ്? നമ്മളെ കേശുവിന്റെ മെർലിന്റെ അച്ഛനെ. കേശുവിന്റെ മെർലിന്റെ അച്ഛനാ? മെർലിന്റെ അച്ഛൻ. അതെ, ഡാഡി. ഭയങ്കര പുലിയായിരുന്നു അല്ലടാ. അയ്യോ, എന്തൊരു ദേഷ്യമല്ലേ. ഓ, ഇപ്പൊ ഭയങ്കര എലിയാണ്, പുറത്തിറങ്ങാനില്ല നേരെ. അഥവാ എങ്ങോട്ടെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ ആരെങ്കിലും വിളിച്ചു വരുത്തും, എന്നിട്ട് ഗേറ്റ് തുറന്നിട്ട് ഓടി വന്നാണ് വണ്ടി എടുത്തുകൊണ്ട് പോണത്. പുറത്ത് 2 മിനിറ്റ് നിൽക്കൂലല്ലോ. ഞാൻ ഇനി പറഞ്ഞു തരണത് എന്താ ഉപദ്രവിച്ചാ? എന്ത് കേശു? എന്ത്? ഓ, ഒന്നുമില്ല അമ്മ. കേശുവേ, ഞാൻ കുഴിപ്പുറത്ത് പോയിട്ട് വന്നപ്പോഴേക്കും മെർലിൻ കയ്യിൽ നിന്ന് പോയോ? ഓ, പോയ മട്ടാ. ഈ കാര്യം കൂടെ അറിഞ്ഞ് അവിടെ പോയി പറയായിരുന്നല്ലേ? എന്തോന്ന്? അയ്യോ, അത് ഉണ്ടല്ലേ, എന്താണെങ്കിലും. ഇങ്ങനെ സാറ്. സാറേ, അല്ല രമേശൻ ബാബു അങ്ങ് എത്തും. ലോഡ് വരും. ഇന്ന് തന്നെ തടി ഇറങ്ങണം സാറേ. ഓ, ഞാൻ എത്തിക്കൊള്ളാം. ലോഡ് വരണില്ലേ? എന്നാൽ കുഴപ്പമില്ല, ഞാൻ രാവിലെ എത്തിക്കൊള്ളാം. ഓ, ശരി. വേറെ സൈറ്റിലാണ് ലോഡ് പറഞ്ഞത്, ഇപ്പം ഇവിടെ ഇല്ല, ഈ സൈറ്റിലില്ല. അപ്പം അത് ഞായറാഴ്ച സൈറ്റിൽ പോകണ്ട. അപ്പൊ ഇന്ന് ഓഫാണോ? നോഫ്. അങ്ങനെയാണെങ്കിൽ ഊണ് ഇവിടെ നിന്ന് കഴിക്കാമല്ലോ, നമുക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാം. മീൻ കറി വേണം? മീനൊക്കെ എപ്പോഴേ വാങ്ങിച്ച്. ആണോ? ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.